ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 125/2025 ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം റിയോ ഡി ജനീറോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ പരാമർശിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഡൽഹൌസി പ്രഭു. താഴെ പറയുന്ന ശരിയായ ജോഡി യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. ജനകീയ ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. താഴെ പറയുന്ന മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. താഴെ പറയുന്ന മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്? ആൻസർ, പ്രാഥമിക തരംഗം. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്താൻ. ഡെൽറ്റ സൃഷ്ടിക്കുന്നത് കാവേരി മഹാനദിയാണ്. ഡെൽറ്റ സൃഷ്ടിക്കുന്നത് 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? അപ്പം 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ആണ്. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? സാദിയ ധോബ്രിയാണ്. താഴെ തന്നിരിക്കുന്ന ഏത് ജില്ലയിലാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? പത്തനംതിട്ട. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യയാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന താഴെ പറയുന്ന ഏതാണ് 1ഉം 2ഉം ശരി? അത് IBRDയും IMFും. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകമാണ് ഒന്ന് മാത്രം, വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ്. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ രൂക്ഷമായ ഘടകം വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ച ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ 2 ആണ്. അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചാൽ ആധുനികവൽക്കരണം, പുതിയ സാങ്കേതികവിദ്യ, ശാസ്ത്രീയത്വം എന്ന് പറയുന്നത് ഇറക്കുമതി ബദലാണ്, സമത്വം എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. 1, 3, 4ഉമാണ്. അതായത് HYV വിത്തുകളാണ്, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതിയാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി. താഴെ പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 2ഉമാണ്. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം കേന്ദ്ര പാർലമെൻറ്റിനാണ്. ഭരണഘടനയുടെ ആമുഖത്തെ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ആൻസർ, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് C ആണ്. സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ്.
അപ്പം അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എ, ബി, ഡി എന്നിവ ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ. കേരള തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷ മുഖ്യമന്ത്രി. കേരള സർക്കാരിൻ്റെ മന്ദഹാസം ഏതുമായി ബന്ധപ്പെട്ട് വയോജന സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാകുന്ന വൈറസ് ബാരിസെല്ല സോസ്റ്റർ വൈറസ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തെ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺകോശങ്ങൾ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റിസ് ആണ്. അപ്പോൾ ത്രോംബോസൈറ്റ്സ് രക്തത്തിലെ അനാരോഗ്യമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതിനും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരനാണ് എഡ്വേർഡ് വിൽസൺ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരനാണ് എഡ്വേർഡ് വിൽസൺ. 2021 മലേറിയ തടയുന്നതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്കിറിക്സ്. താഴെ പറയുന്ന വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമാണ് ബെർബറി. ISROയുടെ നിലവിലെ ചെയർമാൻ വി. നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തെ ആചരിച്ചത്? 60. അന്താരാഷ്ട്ര ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏത്? ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചെലവഴിക്കപ്പെട്ട പവർ എത്ര? ആൻസർ 8 വാട്ട്. അറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ബി ആണ്. ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആസിഡ് H+ ദാതാവ്, ബേസ് H+ സ്വീകർത്താവ്. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് 1ഉം 3ഉമാണ് ശരി. ജലത്തിൻ്റെ തിളനില കൂടുന്നു. ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ.